ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്കു സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. നമസ്കാരം. ക്രിപ്റ്റോയുടെ ഭാവി ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. 2025 അവസാനത്തിലും 2026 തുടക്കത്തിലും വലിയ വോളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തം ഔട്ട്ലുക്ക് പോസിറ്റീവും ട്രാൻസ്ഫോർമേറ്റീവുമാണ്. ഇനി ക്രിപ്റ്റോയുടെ ഭാവി 2026 അതിനപ്പുറവും എങ്ങനെയാകുമെന്ന് ഒന്ന് പരിശോധിക്കാം. 1. റെഗുലേഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷനും. പ്രധാന ട്രെൻഡ്: 2025 യുഎസിലും ഗ്ലോബലായും ക്ലിയർ റെഗുലേഷൻസ് വന്നു. 2026 ഇത് കൂടുതൽ ആഴത്തിലാകും. യുഎസിൽ പുതിയ ക്രിപ്റ്റോ ബിൽ പോലുള്ളത് പാസാകാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ബാങ്കുകളുമായുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുലാസിലാണ്. ക്രിപ്റ്റോയെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപ് ബാങ്കുകളെ വിമർശിക്കുന്നതും നാം കാണുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റൽ വേർട്ടിക്കലായി വളർന്നാൽ ബിറ്റ്കോയിൻ ETFസിലേക്ക് ബില്യനുകൾ ഫ്ലോ ചെയ്യും. കോർപ്പറേറ്റ് ട്രഷറികളിൽ വരെ ക്രിപ്റ്റോ ഡാറ്റ്സ് വന്നേക്കാം. ക്രിപ്റ്റോ മെയിൻസ്ട്രീം ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തേക്കാം. 2. ബിറ്റ്കോയിൻ ആൻഡ് മേജർ കോയിൻസിന്റെ ഔട്ട്ലുക്ക്. BTC, ETH, SOL പ്രഡിക്ഷൻസ്. ബിറ്റ്കോയിൻ BTC 2026 പുതിയ അലൈം ഹൈകൾ വരുമെന്ന് പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നു. റേഞ്ച് 75,000 മുതൽ 2 ലക്ഷം വരെ $. 4 ഇയർ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് സൂപ്പർ സൈക്കിളാകാം. ഇപ്പോൾ 72,000-74,000 റേഞ്ചിൽ റാലി തുടങ്ങിയിരിക്കുന്നു. ഇതീരിയം, ETH ആൻഡ് സൊലാന, SOL. ETH $3,000-5,500 റേഞ്ച്. സൊലാന ഇതീരിയമിനെ ചലഞ്ച് ചെയ്യുന്നു. മാർക്കറ്റ് ക്യാപ്പ് ഗ്യാപ്പ് കുറയ്ക്കാം. ലെയർ 1സിൽ കോമ്പറ്റീഷൻ കൂടും. പക്ഷേ സ്ഥാപിത കോയിനുകളിലേക്ക് ക്യാപിറ്റൽ കോൺസെൻട്രേറ്റ് ആകും. 3. ടോക്കണൈസേഷനും സ്റ്റേബിൾ കോയിൻസും. RWA ടോക്കണൈസേഷൻ ആൻഡ് സ്റ്റേബിൾ കോയിൻസ്. റിയൽ വേൾഡ് ആസറ്റ്സ് ആൻഡ് WA 2026 മെയിൻ സ്ട്രീമാകും. ബോണ്ട്സ്, സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് എന്നിവ ബ്ലോക്ക് ചെയിനിൽ ടോക്കണൈസ് ചെയ്യും. TVL $75 ബില്യൺ പ്ലസ് വരെ എത്താം. ക്രിപ്റ്റോ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അടിത്തറയാകും. സ്റ്റേബിൾ കോയിൻസ് ഇന്റർനെറ്റിന്റെ ഡോളറാകും. എവ്രിഡേ പേയ്മെന്റ്സിന് ഉപയോഗിക്കും. $500 ബില്യൺ പ്ലസ് മാർക്കറ്റ് ക്യാപ്പ്. യീൽഡ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യാൻ ക്രിപ്റ്റോ ഫേവർ ചെയ്യുന്നു. ബാങ്കുകൾ എതിർക്കുന്നു. 4. AI, DeFi, പ്രൈവസി ആൻഡ് ന്യൂ ട്രെൻഡ്സ്. എമർജിംഗ് ടെക് ആൻഡ് യൂട്ടിലിറ്റി ഷിഫ്റ്റ്. AI പ്ലസ് ക്രിപ്റ്റോ. ഓൺ-ചെയിൻ AI ഏജൻറ്റ്സ്, ഡീസെൻട്രലൈസ്ഡ് AI ചാറ്റ്ബോട്ട്സ്, AI സെക്യൂരിറ്റി ടൂൾസ് വരും. AI കോമേഴ്സിന് പുതിയ പേയ്മെന്റ് റെയിൽസ് ഉണ്ടാക്കും. DeFi പെർപെച്വൽസ്, പ്രിഡിക്ഷൻ മാർക്കറ്റ്സ് വളരും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഇൻസ്റ്റിറ്റ്യൂഷണൽ വേഴ്സസ് റീറ്റെയിലിന് പ്രൈവസി ഗ്യാപ്പ് വിടർന്നു. ഓൺ-ചെയിൻ ഇന്റലിജൻസ്, വെരിഫയബിൾ റൂൾസ് വരും. മൊത്തം ഷിഫ്റ്റ്. ഹൈപ്പ്, യൂട്ടിലിറ്റി. ക്രിപ്റ്റോ സ്പെക്യുലേഷനിൽ നിന്ന് പേയ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഗ്ലോബൽ കോമേഴ്സിലേക്ക് മാറും. ചുരുക്കത്തിൽ 2026 ക്രിപ്റ്റോയ്ക്ക് ട്രാൻസ്ഫോർമേറ്റീവ് ഗ്രോത്ത് വർഷമായേക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി വരുന്നു. RWA പ്ലസ് സ്റ്റേബിൾ കോയിൻസ് മെയിൻ സ്ട്രീമാകുന്നു. AI ഇൻ്റഗ്രേഷൻ വരുന്നു. വോളറ്റിലിറ്റി ഉണ്ടാകും, പക്ഷേ ലോങ് ടേം ബുള്ളിഷ്. കേരളത്തിലെ റെമിറ്റൻസ്, നിക്ഷേപം ഇവ നിരീക്ഷിക്കുന്നവർക്ക് സ്റ്റേബിൾ കോയിൻസ്, ബിറ്റ്കോയിൻ ETFs, RWA എന്നിവ പ്രധാനമാകും. മറ്റു പ്രധാന വാർത്തകൾ. എണ്ണവില കുതിപ്പ്. ഇന്ധനവിലയും ഇൻഫ്ലേഷനും വർദ്ധിപ്പിക്കും. ആഗോള ഇൻഫ്ലേഷൻ ഭയം വർദ്ധിച്ചു. ഇന്ത്യയിലും കേരളത്തിലും പെട്രോൾ ഡീസൽ വില കൂടാൻ സാധ്യതയുണ്ട്. ഫ്രാൻസിൽ പുതിയ കാർ രജിസ്ട്രേഷൻ 14.7% ഇടിഞ്ഞു. യൂറോപ്പിലെ ഓട്ടോ മേഖല പ്രതിസന്ധിയിലാണ്. BYDയുടെ വിൽപ്പനയും കുറഞ്ഞു. ടെക് ആൻഡ് AI സെൽ ഓഫ് തുടരുന്നു. എൻവിഡിയ, കോർവീവ് തുടങ്ങിയവ ഇടിവിൽ. ജിയോ പൊളിറ്റിക്കൽ റിസ്ക്സും എനർജി കോസ്റ്റും കാരണം AI ടെക് സ്റ്റോക്കുകൾ 2026 ശക്തമായ ഇടിവ് നേരിടുന്നു. സോഫ്റ്റ്വെയർ ETF 23% ഇരണിട്ടനെ. പക്ഷേ ലോങ് ടേം AI ഗ്രോത്ത് തുടരുമെന്ന പ്രതീക്ഷ. ആന്ത്രോപിക് വേഴ്സസ് പെന്റഗോൺ തർക്കം. ബിഗ് ടെക് ആന്ത്രോപിക്കിനെ പിന്തുണയ്ക്കുന്നു. പെന്റഗോണുമായുള്ള തർക്കത്തിൽ ബിഗ് ടെക് കമ്പനികൾ ആന്ത്രോപിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്. വാൾ സ്ട്രീറ്റ് ഇടിവ്. ഡൗ 400 പോയിന്റ് നഷ്ടം. പക്ഷേ ദിവസത്തിലെ താഴ്ന്ന നിലയിൽ നിന്ന് റിക്കവർ ചെയ്തു ഡൗ ജോൺസ്. 48,501-ലെത്തി.
403 പോയിന്റ് ഇടിവ്. S&P 500 0.94% താഴ്ന്നു. നാസ്ഡാക്ക് 1% ഇടിഞ്ഞു. ആദ്യം ഡൗ 1200 പ്ലസ് പോയിന്റ് നഷ്ടപ്പെട്ടെങ്കിലും ട്രംപിന്റെ പോസിറ്റീവ് കമന്റുകൾ കാരണം റിക്കവറി. എനർജി സ്റ്റോക്കുകൾ XLE ഉയർന്നു. ടെക് സെക്ടർ ഇടിഞ്ഞു. സുരക്ഷിത ആസ്തികളിലേക്ക് നീക്കം. ഗോൾഡ് $5,278 വരെ കയറി. നിക്ഷേപകർ ഗോൾഡ്, ഡോളർ, ബോണ്ടുകൾ എന്നിവയിലേക്ക് മാറി. ഡോളർ ശക്തമായി. കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.